നമസ്കാരം, എല്ലാവർക്കും സത്തോൺ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്തോൺ മെനുവിലൊരു വെറൈറ്റി റൈസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു തമിഴ്നാട് സ്റ്റൈലിൽ കോക്കനട്ട് റൈസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി റൈസാണ് ലെമൺ റൈസ്. എല്ലാവർക്കും അറിയാമായിരിക്കും, മിക്കവാർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റി റൈസാണ് ലെമൺ റൈസ് അല്ലേ. അപ്പോൾ നമുക്കത് ഒത്തൻറ്റിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സത്തോൺ മെനു ആദ്യമായിട്ട് കാണുന്നവരോട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ റൈസൊക്കെ മിക്സ് ചെയ്യാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു കടായി എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഏകദേശം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുക. കാരണം ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ ടേസ്റ്റ് മുഴുവനും പോവും. അതുകൊണ്ട് പ്രത്യേകം ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കാഷ്യൂനട്ട് ഞാൻ 1 പിടി എടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഉണ്ടെങ്കിൽ 1 പിടി നിലക്കടല ചേർക്കാം, അതായത് പീനട്ട്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. സാധാരണ ലെമൺ റൈസിൽ നിലക്കടലയാണ് ഇടാറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 1 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ലെമൺ റൈസിന് എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകാണ് ചേർക്കാറ്, പച്ചമുളകല്ല. പക്ഷെ ഞാനിവിടെ 1 വറ്റൽമുളകും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കില്ല, വറ്റൽമുളക് മാത്രമാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കടലപ്പരിപ്പും കാഷ്യൂനട്ടും ഉഴുന്നുപരിപ്പൊന്നും അധികം കരിഞ്ഞു പോവാതെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയത്ത് നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നോളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളക് ചേർക്കാവുന്നതാണ്. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർത്തത് 1/4 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ. അത് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നതാണ്. അപ്പോൾ വളരെ ചെറിയ സ്പൂണാണത്. 1/4 ടീസ്പൂൺ മാത്രം ചേർക്കുക. കാരണം മഞ്ഞൾപ്പൊടി അധികമായിട്ടുണ്ടെങ്കിൽ ആ ലെമൺ റൈസിന് മുഴുവനും ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം റൈസ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ആൾക്ക് കഴിക്കാനുള്ള പാകത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചേർക്കേണ്ടതിനകത്തേക്ക് ഉപ്പാണ്. അപ്പോൾ ഞാൻ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ചോറിന് ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിനി ഇതൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസാണ് ചേർക്കേണ്ടത്. അപ്പോൾ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് അധിക നേരം വേവിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ചൂടായ പാത്രത്തിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ കടായി മുഴുവനായിട്ട് തണുത്തതിന് ശേഷം ലെമൺ ജ്യൂസ് ചേർക്കുക. ഇപ്പോൾ എന്തായാലും സമയക്കുറവുണ്ട്, ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു 10 സെക്കൻഡ് ചൂടാക്കിയാൽ മതിയാവും. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാരങ്ങയുടെ നീര് മുഴുവനും ആവിയായിട്ട് പോകും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും, ചെറുതായിട്ട് സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉടനെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ റൈസ് എടുക്കുന്ന സമയത്ത് അധികം വെന്ത് കുഴഞ്ഞ റൈസ് എടുക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കുഴഞ്ഞ റൈസൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മിക്സിംഗ് ഒന്നും ശരിയാവില്ല, എല്ലാം കൂടി കുഴഞ്ഞ് ആകെ ഒരു പരുവായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചോറ് എടുക്കുന്ന സമയത്ത് ചെറിയ തരം വൈറ്റ് റൈസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ മട്ട റൈസ്, കുറുവ, ജയ അതുപോലുള്ള റൈസൊന്നും എടുക്കാൻ പാടില്ല, അത് ശരിയാവില്ല. ചെറിയ തരത്തിലുള്ള ഏത് വൈറ്റ് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം.
അതേപോലെ തന്നെ നമുക്ക് ബിരിയാണി റൈസും കൂടെ എടുക്കാം, ബസ്മതി റൈസ് എടുക്കാം, കൈമ റൈസ് എടുക്കാം, എല്ലാം ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ചോറ് വേവിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ലെമൺ ജ്യൂസിൻ്റെയാണ്. അപ്പോൾ ലെമൺ ജ്യൂസ് നമ്മൾ കടായിലേക്ക് നേരിട്ട് ഒഴിച്ചാൽ നിങ്ങൾ കണ്ടു കാണും, ഇപ്പം സ്റ്റീമായി പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റൈസ് ചേർക്കണം. അതായത് റൈസൊക്കെ അടുത്ത് തന്നെ വേവിച്ചത് അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ അത് ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് റൈസിനകത്തേക്ക് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ താളിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ താളിച്ചത്, അതായത് ലെമൺ ജ്യൂസ് ഒഴിച്ച ഉടനെ തന്നെ നമ്മുടെ ആ താളിച്ച മുഴുവനും റൈസിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഈസി ആ രീതി ഫോളോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത രീതിയിലാണെങ്കിൽ കുക്ക് ചെയ്തിരിക്കുന്ന റൈസ് അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ സ്റ്റീം വരുന്ന ഉടനെ തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ലെമൺ റൈസ് ഉണ്ടാക്കാനുള്ള ട്രിക്സ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെർഫെക്റ്റ് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിരിക്കും ഈ ലെമൺ റൈസ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വാഴക്ക ഫ്രൈ, ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ഒക്കെയാണ്. അതൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. അത് നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്